ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മൗനരാഗത്തിലെ നമ്മുടെ സരയു സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവൾ ആകെ ദേഷ്യത്തിലാണ്. എന്തായാലും കല്യാണിയെ വിളിച്ചിട്ട് അവൾ ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. കല്യാണിയോട് പറയുന്നുണ്ട്, നിനക്ക് എന്താടി എൻ്റെ മോളെ അവനെ കാണിക്കാതെ ഇത്ര തിരക്ക്, നീ എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ ഇത്രയും നാളും ചതിക്കായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, മനോഹറിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് സരു, ഇപ്പൊ ആദ്യത്തെ മനോഹർ ഒന്നല്ല എന്ന് പറയുമ്പോൾ നീ എന്നോട് അവനെ പറ്റിയുള്ള സ്വഭാവവിശേഷണം പറയണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനെ ഞാൻ വിശ്വസിക്കില്ല. അത് ഞാൻ ഈ ജീവനുള്ളിടത്തോളം ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ മോൾക്ക് ഓർമ്മ വെക്കുമ്പോൾ നീ അവളെ അച്ഛനെ പരിചയപ്പെടുത്തുകയാണോ, അവളെ അച്ഛനെ നീ കാണിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ദേഷ്യത്തിൽ തന്നെയാണ് നമ്മുടെ സരയു കല്യാണിയെ വഴക്ക് പറയുന്നത്. കല്യാണിക്ക് അതൊക്കെ കേട്ട് ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും കിരൺ അവിടേക്ക് വരികയാണ്. കല്യാണി കിരണിനോട് പറയുന്നുണ്ട്, സരയു ആണ് വിളിച്ചത്, അവള് എന്നോട് വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിച്ചത്. ഇനിയിപ്പോ നമ്മളോടൊക്കെ ഉള്ള ദേഷ്യത്തിന് അവള് കമ്പനിയിലെ ജോലിയൊക്കെ വേണ്ടാന്ന് വെക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, അങ്ങനെ വെക്കുന്നെങ്കിൽ വെക്കട്ടെ, നമുക്കെന്താ, എന്തായാലും അവളുടെ കുഞ്ഞിനെ എൻ്റെ അച്ഛനും അമ്മയാണ് നോക്കുന്നത്. പിന്നെ അവൾക്കൊരു ജോലി അത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തന്നെയല്ല അവളുടെ അമ്മ താര ആൻറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള കാര്യങ്ങൾ അതുപോലെയൊക്കെ തന്നെ നമ്മൾ ചെയ്യും. അതിപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട, കാരണം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും. ഒരു രക്ഷപ്പെടാൻ ഓരോ മാർഗങ്ങൾ ഓരോരുത്തർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരത് തട്ടിത്തെറിപ്പിച്ചിട്ട് പോകുന്നെങ്കിൽ പോകട്ടെ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും സരേൻ്റെ ദേഷ്യം പെട്ടെന്നൊന്നും കെട്ടടങ്ങുന്നില്ല. അതിനുശേഷം ആണെങ്കിലേ ഈ പറയുന്ന ദിലീപും അതുപോലെ കിരണും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ദിലീപ് പറയുന്നുണ്ട്, കല്യാണിയുടെ അമ്മ നഷ്ടപ്പെട്ടത് അവൻ കാരണമാണ്. അപ്പോൾ കല്യാണിക്ക് അത്ര അധികം ദേഷ്യമുണ്ട് ഈ ഗംഗപ്രസാദിനെ കൊല്ലണമെന്ന് തന്നെയല്ലേ കല്യാണി ഇടയ്ക്ക് പറയാറ്. ഇതുവരെയും ഒരാൾ മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത കല്യാണി വരെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്ക് വേദനയുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛനെ ഞാൻ അത്ര അധികം കണ്ട് സ്നേഹിച്ചതാണ്. ഞാൻ കണ്ട ഒരു ദൈവം തന്നെയാണ് എൻ്റെ അച്ഛന്. അത്രയും ഒരു ദുസ്വഭാവമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എന്നെ പൊന്നുപോലെ വളർത്തിയ എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു അച്ഛനായിരുന്നു. ആ അച്ഛൻ്റെ ജീവനാണ് അവൻ എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അധികം അവനോട് ദേഷ്യം. പിന്നെ കല്യാണിയോട് പിന്നെ നമ്മുടെ കാർത്തികയോട് എനിക്ക് ഇഷ്ടമുണ്ട്. അതൊരു വേറെ സൈഡിൽ കിടക്കുന്ന കാര്യം. പക്ഷെ എനിക്കിപ്പോൾ ഇതൊരു വാശിയാണ്, ഇത് നടത്തണമെന്നുള്ളത്. എൻ്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങ് അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നാളെ തന്നെ ഞാനും കാർത്തികയും തമ്മിലുള്ള വിവാഹം നടക്കണം. അടുത്ത ദിവസം തന്നെ, നിങ്ങൾ അത്രയും അടുത്ത് തന്നെ ആയിരിക്കണം, ആരും അറിയരുത് എന്ന് പറയുകയാണ്. എന്തായാലും ആ അച്ഛൻ്റെ മരണത്തിൻ്റെ ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വന്ന കിരണിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ദിലീപിൻ്റെ ഏതൊരു ഇതിനും ഞങ്ങൾ കൂട്ടുനിൽക്കും. ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാലും കല്യാണം വേണമെന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാലും അതിനൊപ്പം ഞങ്ങൾ കൂടെ നിൽക്കും എന്നിങ്ങനെ നമ്മുടെ കിരൺ പറയുകയും ചെയ്യുകയാണ്. എന്തായാലും അതൊക്കെ അവിടെ നിന്ന് ഉറപ്പിച്ച് അവിടെ നിന്ന് പോരുകയാണ്. അതായത് സമയത്താണെങ്കിൽ ഈ പറയുന്ന സരയു ഒന്നും സത്യങ്ങൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ല കല്യാണം നടത്താൻ പോകുന്ന കാര്യം. അപ്പോൾ സരയു വളരെ ദേഷ്യത്തിലാണല്ലോ. എന്തായാലും കിരൺ സരയിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിന് ഇനി ഞാൻ ശരിക്കും ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നീ വിചാരിക്കും കുഞ്ഞിന് അവൻ വാങ്ങി തന്ന ഡ്രസ്സാണെന്ന്. ഇനിയിപ്പോൾ എന്തായാലും നീ എൻ്റെ കൂടെ വായോ, കുഞ്ഞിന് നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ഡ്രസ്സ് എടുക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കിരൺ തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ എടുക്കാം കുഞ്ഞിന് വേണ്ടി എല്ലാ ഡ്രസ്സും, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാരി വലിച്ച് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ സരയ് പറയുകയാണ്, മതി കിരണേ, ഇതിൻ്റെ അത്ര ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സാരില്ല, ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സരയുവിൻ്റെ മനസ്സിൽ ആ ഒരു ചാഞ്ചാട്ടം വരുന്നത്. സരയു കിരണിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സരയു പറയുന്നുണ്ട്, അതെ, മനസ്സിലിങ്ങനെ കരുതുകയാണ്, ആ ദുഷ്ടനെ വിവാഹം കഴിച്ച നേരം, അവനോട് പ്രണയം തോന്നിയ നേരം ഇവനെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭർത്താവായി സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എന്തൊരു സമാധാനത്തോടെയും സന്തോഷത്തോടുകൂടിയും കഴിയാമായിരുന്നു. ഈ ഒരു സന്തോഷം ഇതിൻ്റെ ഇരട്ടിയായി എനിക്ക് കിട്ടിയനില്ലേ. എല്ലാത്തിനും കാരണം ആ മനോഹർ എന്ന് പറയുന്ന നശിച്ചവനാണ് എന്നുള്ള കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. എന്തായാലും ആ ഒരു ചിന്ത നമ്മുടെ സരയുവിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടുകയാണ്. അതുപോലെ തന്നെ
കല്യാണിയോടും ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു കൂടുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സരയു അങ്ങോട്ട് ചെല്ലുകയാണ്, ജയിലിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ രാഹുലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സരയു പറയുന്നുണ്ട്, ആ മനോഹർ അവൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതിനു ശേഷം അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ നേരിട്ടും ഗുണ്ടകൾ അയച്ചിട്ടും അവനെ കൊല്ലാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ അവൻ ചത്തില്ല എന്ന് പറയുന്നുണ്ട്. തന്നെയല്ല, അവന് പ്രൊട്ടക്ഷനായിട്ട് കിരണും കല്യാണിയും തന്നെ കൂടെ നിൽക്കുകയാണ്. ആ കല്യാണിയാണ് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഐസിയിൽ കിടക്കുന്ന അവനെ കാണിക്കാൻ പോയി. ആ സമയത്താണ് എന്നെ അവിടെ കണ്ടതും അവൻ രക്ഷപ്പെടാൻ കാരണം കല്യാണിയാണ്. കല്യാണി ആശുപത്രിയിലെ നഴ്സുമാരെ അറിയിച്ചത് കൊണ്ടാണ് അവർ വന്നിട്ട് എന്നെ അവിടെ നിന്നും പിടിച്ചു മാറ്റിയത്. എല്ലാത്തിനും അവൻ്റെ മരണം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയത് കല്യാണി കാരണമാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സരയു പറയുമ്പോൾ അതിനനുസരിച്ച് തന്നെ രാഹുൽ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും മോളെ നീ മനസ്സിലാക്കി, ആ കല്യാണി തന്നെയാണ് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ താറുമാറാക്കിയത്. അവള് കിരണിന്റെ ജീവിതത്തിലേക്ക് വന്നതും അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണല്ലോ നീ മനോഹറിനെ പ്രണയിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇവള് നമ്മുടെ കമ്പനിയിലേക്ക് പാൽക്കാരിയായി എന്ന് കാലെടുത്ത് കുത്തിയോ അപ്പോഴാണല്ലോ കിരണിന് അവളോട് സ്നേഹം തോന്നി തുടങ്ങിയത്, അവർ പരസ്പര ഇഷ്ടത്തിലായതും. അപ്പൊ നമ്മുടെ ശത്രു ഒരു നിലയ്ക്ക് നോക്കിയാൽ അവള് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ അടിത്തറ ഇളകിയത് അവള് വന്നതിന് ശേഷം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സരയുവിന് തോന്നുന്നത് ശരിയാണ്, അച്ഛൻ പറയുന്നത് ഏകദേശം അങ്ങനെ തന്നെയാണെന്നൊക്കെ മനസ്സിലാക്കാണ്. അപ്പൊ പറയുന്നുണ്ട്, ആ കല്യാണിയെ ഇവന്റെ ജീവിതത്തിൽ നിന്നും കിരണിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ മോളെ നിനക്ക് അവന്റെ ജീവിതത്തിൽ കയറിപ്പറ്റാം. അവന്റെ കുഞ്ഞിനെയും നിന്റെ കുഞ്ഞിനെയും അവൻ സുന്ദരമായി നോക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞും പിറന്നു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് എന്തായാലും അവൻ്റെ സ്വത്തുക്കളൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന നിന്റെ ആൻറ്റിയുടെയും അങ്കിളുടെയും ഒക്കെ സ്നേഹം നിനക്ക് കിട്ടും. അപ്പോൾ എല്ലാ രീതിയിലും നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഇപ്പം നമ്മളുടെ ജീവിതം ഇപ്പം ആകെ പാപ്പരായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയുമ്പോൾ സരയു അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും സരയുവിന് ആ ഒരു മനസ്സിൽ ഒരു ചാഞ്ചാട്ടം വന്നു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ സരയു ഈ പറയുന്ന കിരണുമായിട്ട് കൂടുതൽ ഓഫീസിലായാലും അതുപോലെ വീട്ടിലായാലും കൂടുതൽ അടുക്കുകയാണ്. അതുപോലെ തന്നെ മനോഹർ അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരികെ ഇവിടേക്ക് ജയിലിലേക്കിട്ട് തിരിച്ച് പോവാൻ പരോൾ കഴിയുന്ന ഒരു അവസരമാണ്. എന്തായാലും അതിന് മുന്നായിട്ടും കിരണിനെ കാണുന്നുണ്ട് മനോഹർ. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ട് സാറേ എനിക്ക് കുഞ്ഞുടുപ്പുകൾ എൻ്റെ മോള് ഇട്ടിട്ട് എനിക്ക് എൻ്റെ ഫോട്ടോ അയച്ചു തരാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, എടാ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു, നീ തന്നതാണെന്ന് സരയുവിന് മനസ്സിലായി. അവൾ ആ ഡ്രസ്സ് ഉടനെ തന്നെ കത്തിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. സാറ് ഞാൻ കാരണം അവളുടെ മുന്നിൽ തെറ്റുകാരനായില്ലേ എന്നൊക്കെ പറയുമ്പോൾ, അത് സാരില്ല, ഒരു വിധത്തിൽ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി നിർത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ കമ്പനിയിലെ ജോലിയേക്കാൾ വേണ്ടെന്ന് വെച്ച് ഇവിടെ നിന്നും പോയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയം എന്തായാലും സാറേ അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് മറക്കാൻ കഴിയില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ കാർത്തികയുടെയും ദിലീപിൻ്റെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാകും. ഗംഗ അറിയാതെ തന്നെയാണ് ആ വിവാഹം നടക്കാൻ പോകുന്നത്. വിവാഹം നടന്നതിന് ശേഷമായിരിക്കും ഗംഗ അറിയുന്നത്. ഗംഗയുടെ പുറത്തുള്ള കൂട്ടുകാരന്മാര് ആ വീട് നിരീക്ഷിക്കുമ്പോൾ അവിടെ ഒരു കല്യാണത്തിന്റെ ആ ഒരു ആഘോഷാവമാനത്തെ അറിയുകയും അതുപോലെ തന്നെ ഗംഗയ്ക്ക് ആ ഒരു ന്യൂസ് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ദിലീപാണ് കാർത്തിക വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.